സ്നേഹമുള്ളവരെ, ഈശോയിൽ സ്നേഹവന്ദനം. ലോഗോസ് 316 സ്വാഗതം. ദിസ് ഇസ് ജോസഫ് accompanying you on our exploration to Judges chapter 10. അബിമേലെക്കിന് ശേഷം കടന്നു വരുന്ന ന്യായാധിപന്മാരായ തോല, ജായിർ എന്നിവരെക്കുറിച്ചും ഇസ്രായേൽ ചരിത്രത്തെക്കുറിച്ചും നാം ഇവിടെ വിചിന്തനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുരാതന ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ ഒരു പട്ടികയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. 12 ന്യായാധിപന്മാരുടെ പേരും ചിത്രവും നമ്മിവിടെ കാണുന്നു. നമ്മൾ 1 മുതൽ 10 വരെ അധ്യായങ്ങളിലെ പല ന്യായാധിപന്മാരെ കുറിച്ച് പഠിക്കുകയുണ്ടായി. പുരാതന ഇസ്രായേലിൻ്റെ ഒരു ഭൂപടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 12 ഗോത്രങ്ങളെയും ഇതിൽ നമുക്ക് കാണാം. ന്യായാധിപന്മാർ 10 ഒരു ആമുഖം. ന്യായാധിപന്മാർ 10-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ അനുസരണക്കേടിൻ്റെയും ദൈവിക ന്യായവിധിയുടെയും ചാക്രിക മാതൃക തുടരുന്നു. ഇസ്രായേലിയർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അടിച്ചമർത്തലുകൾ നേരിടുന്നു. അവരുടെ സങ്കടത്തിൽ അവർ സഹായത്തിനായി ദൈവത്തോട് നിലവിളിക്കുന്നു. ഈ അധ്യായം 2 ന്യായാധിപന്മാരെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആവർത്തിച്ചുള്ള വിടുതൽ ഉണ്ടായിരുന്നിട്ടും അനുസരണക്കേടിൻ്റെ ചക്രം നിലനിൽക്കുന്നു. ഇത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൻ്റെ തുടർച്ചയായ ആഖ്യാനത്തിന് കളമൊരുക്കുന്നു. ചോദ്യോത്തരങ്ങൾ. 1-ാമത്തെ ചോദ്യം: ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായത് ആർക്ക് ശേഷം? നമുക്കറിയാം, ഒരു ന്യായാധിപനാണ് തോല. ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായത് ആർക്ക് ശേഷമാണ് എന്നതാണ് 1-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം അബിമേലെക്കിന് ശേഷം. ന്യായാധിപന്മാർ 10:1 നമ്മളത് വായിക്കുന്നു. അബിമേലെക്കിന് ശേഷം. 2, അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ ന്യായാധിപൻ ആര്? അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ ന്യായാധിപൻ ആര്? അബിമേലെക്കിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു. ഇവിടെ തോലയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരം തോല. അബിമേലെക്കിന് ശേഷം വന്ന ന്യായാധിപൻ. തോലയുടെ പിതാവ് ആര്? തോലയുടെ പിതാവ്, അതുപോലെ പിതാവിൻ്റെ പിതാവ്, അത് രണ്ടും ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തോലയുടെ പിതാവ് ആര് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം പൂവയാണ് തോലയുടെ പിതാവ്. 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. തോല ഇസ്രായേലിനെ എത്ര വർഷം നയിച്ചു എന്നതാണ് അടുത്ത ചോദ്യം. 4-ാമത്തെ ചോദ്യം: തോല ഇസ്രായേലിനെ എത്ര വർഷം നയിച്ചു? 2 ഡസനോളം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ 23 വർഷം നയിച്ചു. 23. അടുത്ത ചോദ്യം 5-ാമത്തേത്: എഫ്രൈം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ നയിച്ച ന്യായാധിപനാര്? എഫ്രൈം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ നയിച്ച ന്യായാധിപൻ ആര്? അതിൻ്റെ ഉത്തരം തോല. അപ്പോൾ ആ ചോദ്യം പല രീതിയിൽ ചോദിക്കാം. അത് തോല എന്ന് തന്നെയാണ് ഉത്തരം. അടുത്ത ചോദ്യം 6: തോല തൻ്റെ മരണശേഷം എവിടെ അടക്കപ്പെട്ടു? തോലയെ സംസ്കരിച്ച സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. തോല എവിടെയാണ് അടക്കപ്പെട്ടതെന്ന് 10-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഷാമീറിലാണ് തോല അടക്കപ്പെട്ടത്. 7-ാമത്തെ ചോദ്യം: തോലയുടെ മരണശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ജായിർ എന്നാണ് അതിൻ്റെ ഉത്തരം. ജായിറാണ് തോലയുടെ മരണശേഷം ന്യായപാലനം നടത്തിയത്. 8-ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 10-ാം അധ്യായം അനുസരിച്ച് 30 പുത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ആര്? 30 പുത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ജായിറിന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അടുത്ത ചോദ്യം: ഹാവൂത്ത് ജായിർ ഏത് ദേശത്ത് ആയിരുന്നു? ഹാവൂത്ത് ജായിർ ഏത് ദേശത്തായിരുന്നു? ഹാവൂത്ത് ജായിർ ഏത് ദേശത്തായിരുന്നു? അതിൻ്റെ ഉത്തരം ഗിലെയാദ് ദേശത്തായിരുന്നു ഈ സ്ഥലം. പൂരിപ്പിക്കുക. ഗിലെയാദ് ദേശത്ത് ഇന്നും ഡാഷ് എന്നറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു. ന്യായാധിപന്മാർ 10:4. ഗിലെയാദ് ദേശത്ത് ഇന്നും ഡാഷ് എന്നറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു.
അതിൻ്റെ പേര് ഹാവോത്ത് ജായർ. 30 പട്ടണങ്ങളുണ്ട് അവിടെ. ഹാവോത്ത് ജായർ. ജായർ അടക്കപ്പെട്ട സ്ഥലം ഏത്? ജായർ മരണശേഷം എവിടെയാണ് സംസ്കരിക്കപ്പെട്ടതെന്നാണ് അടുത്ത ചോദ്യം. 11ാമത്തെ ചോദ്യം. ജായർ അടക്കപ്പെട്ട സ്ഥലം ഏത്? അതിൻ്റെ ഉത്തരം കാമോനാണ് അടക്കപ്പെട്ടത്. ന്യായാധിപന്മാർ 10:5 നമ്മളത് വായിക്കുന്നു. 12ാമത്തെ ചോദ്യം. അധ്യായം വാക്യം സൂചിപ്പിക്കുക. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അധ്യായം വാക്യവും സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യായാധിപന്മാർ 10-ാം അധ്യായം 7-ാം വാക്യം. ന്യായാധിപന്മാർ 10:7. 12ാമത്തെ ചോദ്യം. കർത്താവ് ഇസ്രായേലിനെ ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും ഏൽപ്പിച്ചു കൊടുത്ത ശേഷം അവർ ഇസ്രായേലിയരെ എത്ര വർഷം പീഡിപ്പിച്ചു? കർത്താവ് ഇസ്രായേലിനെ ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും ഏൽപ്പിച്ച ശേഷം അതിൻ്റെ ഉത്തരം 18 വർഷം. ന്യായാധിപന്മാർ 10:7. 18 വർഷം. അടുത്ത 13ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 10:9 അനുസരിച്ച് ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് ആര്? ഈ ജോർദാൻ നദി കടന്നിട്ട് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് ആര് എന്നാണ് 10:9 അനുസരിച്ചുള്ള ചോദ്യം. അമ്മോന്യരാണ് അങ്ങനെ വന്നത്. ജോർദാൻ കടന്ന് വന്നത് അമ്മോന്യർ. അടുത്ത ചോദ്യം. കാരണം പറയുക. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. ന്യായാധിപന്മാർ 10:13. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. ന്യായാധിപന്മാർ 10:13. ഇതാണ് 14ാമത്തെ ചോദ്യം. ഉത്തരം കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട്. അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ടാണ്. 15ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. ഡാഷ് നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ന്യായാധിപന്മാർ 10:14. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. ഡാഷിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. 16ാമത്തെ ചോദ്യം. അമ്മോന്യരുടെ അടിച്ചമർത്തൽ ഇസ്രായേലിൽ എന്ത് സ്വാധീനം ചെലുത്തി? എന്നുള്ളതാണ് 16ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു. ന്യായാധിപന്മാർ 10:9. അതാണ് അതിൻ്റെ ഉത്തരം. 17ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 10 കർത്താവിനോട് നിലവിളിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഇസ്രായേലിൻ്റെ ദുരിതത്തിൻ്റെ കാരണം എന്തായിരുന്നു? ന്യായാധിപന്മാർ 10 കർത്താവിനോട് നിലവിളിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഇസ്രായേലിൻ്റെ ദുരിതത്തിൻ്റെ കാരണം എന്തായിരുന്നു? ശത്രുക്കളാലുണ്ടായ അടിച്ചമർത്തലാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. 18 പൂരിപ്പിക്കുക. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമ്മോന്യർ, ഡാഷ് എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? ന്യായാധിപന്മാർ 10:11. ആരാണ് ഈ 4ാമത്തെ ആളുകൾ? ഈജിപ്തുകാർ കഴിഞ്ഞിട്ടുള്ളത് ഫിലിസ്തീനാണ് അതിൻ്റെ ഉത്തരം. 19ാമത്തെ ചോദ്യം. ഇസ്രായേലിന്റെ അപേക്ഷയ്ക്ക് മറുപടിയായി താൻ ഇനി എന്ത് ചെയ്യില്ലെന്ന് കർത്താവ് പ്രഖ്യാപിച്ചു? ന്യായാധിപന്മാർ 10:13 അനുസരിച്ച് ഇസ്രായേലിന്റെ അപേക്ഷയ്ക്ക് മറുപടിയായി താൻ ഇനി എന്ത് ചെയ്യില്ല എന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഉത്തരം രക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഡെലിവറൻസ് ഉണ്ടാവില്ല എന്നാണ്. 20ാമത്തെ ചോദ്യം. ഇസ്രായേലിൽ നിലവിളിച്ചപ്പോൾ മുമ്പ് അവരെ അടിച്ചമർത്തിയ ജനതകളെ കർത്താവ് പരാമർശിച്ചു. ഇനി പറയുന്നവയിൽ ഏതാണ് അവയിൽ പെടാത്തത്? സീദോന്യർ, അമലേക്യർ, കനാന്യർ, മാവോന്യർ. ഇതിലേത് വിഭാഗമാണ് ഇതിൽ പെടാത്തത്? ഇസ്രായേൽ നിലവിളിച്ചപ്പോൾ അതിൽ കാനാന്യരാണ് പെടാത്തത് ഈ ലിസ്റ്റിൽ. ന്യായാധിപന്മാർ 10:11, 12. കാനാന്യറില്ല. 21ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 10:10 കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിയർ ഏറ്റു പറഞ്ഞത് എന്തായിരുന്നു? ന്യായാധിപന്മാർ 10:10 കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിയർ ഏറ്റു പറഞ്ഞത് എന്തായിരുന്നു? അവരെന്താണ് ഏറ്റു പറഞ്ഞെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നുവെന്ന്. അപ്പോൾ അവരിങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ഞങ്ങൾ ബാലിനെ സേവിച്ചതുകൊണ്ട്. പൂരിപ്പിക്കുക. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിൻ്റെ ഡാഷ് കണ്ട് അവിടുന്ന് രോക്ഷാകുലനായി. എന്ത് കണ്ടിട്ടാണ് രോക്ഷാകുലനാകുന്നത്? ന്യായാധിപന്മാർ 10:16 കഷ്ടത കണ്ട്, ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് കർത്താവ് രോക്ഷാകുലനായി. 24ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 10:17 പറഞ്ഞിരിക്കുന്നത് പോലെ അമ്മോന്യർ താവളം അടിച്ചത് എവിടെയാണ്? ന്യായാധിപന്മാർ 10:17 പറഞ്ഞിരിക്കുന്നത് പോലെ അമ്മോന്യർ താവളം അടിച്ചത് എവിടെയാണ്? അമ്മോന്യർ താവളം അടിച്ചത്? അതാണ് ചോദ്യം.
എൻ്റെ ഉത്തരം ഗിലയാദിലാണ് അവർ താവളമടിച്ചത്. Hope you like the contents of this video. Kindly subscribe to the channel. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി ഗിലയാദിൽ താവളമടിച്ചു. ഇസ്രായേൽ ജനം ഒന്നിച്ചേർന്ന് ഡാഷ് താവളമടിച്ചു. അമ്മോന്യർ ഗിലയാദിൽ താവളമടിച്ചു. ഇസ്രായേൽ ജനം എവിടെയാണ് താവളമടിച്ചതെന്നാണ് ചോദ്യം. ന്യായാധിപന്മാർ 10, 17, 18. അതിൻ്റെ ഉത്തരം മിസ്പയിലും. ഇസ്രായേലിൽ മിസ്പയിലും താവളമടിച്ചു. മിസ്പ. 26. ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞതനുസരിച്ച് ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ആരായിരിക്കും? ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ആരായിരിക്കുമെന്നാണ് ആളുകൾ പരസ്പരം പറഞ്ഞത്. അതിൻ്റെ ഉത്തരം അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും എന്നാണ് പറഞ്ഞത്. അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും. 27. ജായറിൻ്റെ പുത്രന്മാർ സവാരി ചെയ്തിരുന്നത് എവിടെ? ജായറിൻ്റെ പുത്രന്മാർ സവാരി ചെയ്തിരുന്നത് എവിടെ? ഏത് മൃഗമാണ് ഉപയോഗിക്കപ്പെട്ടതെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം കഴുതപ്പുറത്താണ്. ന്യായാധിപന്മാർ 10:4 പറയുന്നു കഴുതപ്പുറത്ത്. 30 കഴുതകൾ അവർക്കുണ്ടായിരുന്നു. 28. ന്യായാധിപന്മാർ 10 പരാമർശിക്കുന്ന നദി ഏത്? ന്യായാധിപന്മാർ 10 ഒരു നദിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആ നദി ഏത് എന്നാണ് ചോദ്യം. 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടത് 8-9 ജോർദാൻ നദിയാണ്. ജോർദാൻ നദിയിലാണ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ജോർദാൻ നദി. 21-ാമത്തെ ചോദ്യം അധ്യായം വാക്യം സൂചിപ്പിക്കുക. ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക, ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക, ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യായം വാക്യം സൂചിപ്പിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അധ്യായം ന്യായാധിപന്മാർ 10:15. 10-ാം അധ്യായം 15-ാം വാക്യം. 30-ാമത്തെ ചോദ്യം ന്യായാധിപന്മാർ 10 കൊടുത്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ പേരുകൾ പറയുക. ന്യായാധിപന്മാർ 10 കൊടുത്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ പേരുകൾ പറയുക. തോല, ജായൽ. 10 2 ന്യായാധിപന്മാരാണ്. തോല, ജായൽ. ന്യായാധിപന്മാർ 10 ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തു. Hope you have enjoyed this quiz. Judges 10 Insights. ന്യായാധിപന്മാർ 10 നമ്മുടെ സിലബസിലെ അവസാന അധ്യായം അടയാളപ്പെടുത്തുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആവർത്തിച്ചുള്ള ഒരു ചക്രം ചിത്രീകരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും അനുസരണക്കേട് മൂലം അടിച്ചമർത്തലിന് കീഴടങ്ങാനുമുള്ള അവരുടെ പ്രവണതയെ ഊന്നി പറയുന്നു. കഷ്ടതകളിൽ പശ്ചാത്തപിക്കുകയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ നിയമനം അനുസരണക്കേടിൻ്റെ അനന്തരഫലങ്ങളെയും യഥാർത്ഥ മാനസാന്തരത്തോട് പ്രതികരിക്കുന്നതിലെ ദൈവത്തിൻ്റെ വിശ്വസ്തയെയും ആഖ്യാനം അടിവരയിടുന്നു. വഴിപിഴക്കലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ചാക്രിക മാതൃക ഉണ്ടെങ്കിലും ന്യായാധിപന്മാർ 10 ദൈവത്തിൻ്റെ കരുണയുടെ ശാശ്വതമായ പ്രമേയവും ദൈവിക വിടുതൽ അനുഭവിക്കുന്നതിനായി പാപകരമായ പെരുമാറ്റത്തിൽ നിന്ന് പിന്തിരിയേണ്ടതിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. ടിപ്സ്. അധ്യായം നന്നായി വായിക്കുക. നിർദ്ദിഷ്ട വാക്യങ്ങൾ, പേരുകൾ, മൊത്തത്തിലുള്ള ആഖ്യാന പ്രവാഹം എന്നിവ പോലുള്ള വിശദാംശങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ഉത്തരം നൽകാൻ ശ്രമിക്കുക. May God bless you all. Thanks for watching. See you in the next edition. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. Once again, thank you so much, Joseph.